ചില്ലക്ഷരം കൊണ്ട് പോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ്ടോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒളിയമ്പുമായി ഷമ്മി തിലകൻ. തിരുവനന്തപുരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒളിയമ്പുമായി നടൻ ഷമ്മി തിലകൻ. ചില്ലക്ഷരം കൊണ്ട് പോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ്ട എന്ന അടിക്കുറിപ്പോടെ നടൻ തിലകനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് മകൻ ഷമ്മി തിലകൻ പ്രതികരിച്ചത്. മലയാള സിനിമയിൽ താരക്കൊക്കാസുകൾക്കെതിരെ ആദ്യ കലാപക്കൊടി ഉയർത്തിയ ആളാണ് അന്തരിച്ച നടൻ തിലകൻ. താരസംഘടനയെ അതിൻ്റെ നിയന്ത്രണനിരയിലിരുന്ന സൂപ്പർ താരങ്ങളെയും നിശ്ചിതമായി വിമർശിച്ചതിൻ്റെ പേരിൽ മഹാനടനെ ദീർഘകാല സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിരുന്നു. വെള്ളിത്തിരയിലെ മാഫിയ സംഘങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ ഷമ്മിയുടെ പോസ്റ്റ് പിതാവിൻ്റെ പോരാട്ട വഴികളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയനും രംഗത്തെത്തി. ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിനയൻ കുറിപ്പ് പങ്കുവച്ചത്. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ 12 വർഷം വിലക്ക് വാങ്ങിയ സംവിധായകനാണ് വിനയൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിവന്ന സാഹചര്യത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് നോക്കൂ. നിങ്ങളുടെ മുഖം വികൃതമല്ലേ? സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കേണ്ട കടമ സംഘടനകൾക്കാണ്. അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനെ സൂചിപ്പിക്കുന്നതാകരുത്. സ്ത്രീ സുരക്ഷ പോലെ ഗൗരവതരമാണ് തൊഴിൽ വിലക്കിൻ്റെ മാഫിയവൽക്കരണവും. വിമർശിച്ചതിൻ്റെ പേരിൽ 12 വർഷത്തോളം എന്നെ വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ. എന്നെ അനുകൂലിച്ചെന്ന് പറഞ്ഞ് തിലകരെയും നിങ്ങൾ വിലക്കി. ഏത് പ്രമുഖൻ്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ജൂനിയർ ആർട്ടിസ്റ്റിന് ധൈര്യം കൊടുക്കുന്ന സംഘടനയെ തകർത്ത് നിങ്ങളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ്? അവിടെ നിന്നല്ല ഈ തെമ്മാടിത്തരങ്ങളുടെ എല്ലാം സിനിമാ ഗുണ്ടായുസത്തിൻ്റെ എല്ലാം വേലിയേറ്റ് തുടങ്ങുന്നത്. ഇങ്ങനെ തുടരുന്നു വിനയൻ്റെ കുറിപ്പ്. വിനയനെ മാത്രമല്ല വിലക്കിയത്. വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ച ക്യാപ്റ്റൻ രാജുവിനെ, മാള അരവിന്ദനെ, ഇവരെല്ലാം വിലക്കിയിരുന്നു. അതൊരിക്കലും പുറത്ത് പറഞ്ഞിട്ടുള്ള വിലക്കല്ല, അല്ലാതെ ഈ പുറമെ ചിരിച്ചു കാണിക്കുകയും അല്ലാതെ പണി കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യരില്ല. അതുപോലെ എല്ലാവരോടും ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഈ അടുത്ത കാലത്ത് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു പഴയൊരു സ്റ്റോറി നമ്മൾ വായിച്ചാണ് മോഹൻലാലിനെ കുറിച്ചൊക്കെ പറയുന്നത്. ആ മോഹൻലാലൊക്കെ ഒരു സംഘടനയിലാണ് ക്യാപ്റ്റൻ രാജുവിനെ പോലെ നടനെയൊക്കെ വിലക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ. മാള അരവിന്ദൻ എന്ത് മോശമാണോ? ചെറിയ നടനാണോ മാള അരവിന്ദൻ? ഇന്നസെൻ്റ് മരിച്ച സമയത്ത് തന്നെ ഓർത്ത് നോക്കി, ഈ WCC അവരാരും വന്നിട്ടുമില്ല, ഒരു നല്ലൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഇവരുടെ ഈ നടന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിരുന്നു ഇന്നസെൻ്റ്. അവിടെ സ്ത്രീകൾക്കൊന്നും ഒരു വിലയും ഇന്നസെൻ്റ് കൊടുത്തിട്ടില്ല.